നമുക്കിന്ന് ഈ കപ്പലണ്ടിയും കൊണ്ട് രുചികരമായ ഒരു മസാല കപ്പലണ്ടി വറുത്തത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കിതൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ധാരാളമായിട്ട്, പക്ഷെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിനായിട്ട് തൊലിയുള്ള പച്ചക്കപ്പലണ്ടിയാണ് വേണ്ടത്. അത് ഞാൻ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 1.5 കപ്പോളം കപ്പലണ്ടിയുണ്ട്. 250 ഗ്രാം ഉണ്ടാവും. പിന്നെ അതിന് ഒരു 1.5 കപ്പോളം കടലമാവ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഉപ്പ്, പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, ഒരു 3 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ കായപ്പൊടി, പിന്നെ ഒരു സ്പൂണോളം ചെറുജീരകവും വലിയ ജീരകം, അതായത് പെരുംജീരകവും എടുത്തിട്ടുണ്ട്. ഇത്രയും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് ആദ്യം നമുക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന മസാലകളൊക്കെ ഇടാം. ആദ്യം ഒരു മുളക് പൊടി ഇട്ടു, വെളുത്തുള്ളി അത് ചതച്ചെടുത്തു, കായപ്പൊടിയും ജീരകം, ചെറിയ ജീരകമുണ്ട് വലിയ ജീരകമുണ്ട്, അത് എല്ലാം കൂടെ ചേർത്ത് നമുക്കതുകൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് അതും ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പില, അത് കൈകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ആക്കിയിടാം. ഇതിത്രയും നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം. അരിപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് സാവധാനം ഒന്ന് പുരട്ടി എടുക്കണം. വെള്ളം കൂടി പോകരുത്. അപ്പോൾ ഇത് മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ടായാലും ഇതിൽ നന്നായിട്ട് ഉപ്പും എരിവും ഒക്കെ ഒന്ന് പിടിക്കും. അപ്പം നമുക്ക് ഇനിയൊരു ചട്ടി അടുപ്പിൽ വെച്ച് ഇത് എണ്ണ ഒഴിച്ച് വറുത്ത്, നമുക്ക് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്കിത് ഇതിനകത്ത് ഇട്ടേക്കാം. ഇത് വളരെ സൂക്ഷിച്ചേ ഇടാവൂ, കാരണം തിളച്ച് കിടക്കുന്ന എണ്ണയാണ്, കൈ പൊള്ളരുത്. ഇപ്പോൾ നമ്മുടെ കപ്പലണ്ടി റെഡി ആയിട്ടുണ്ട്, പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫാക്കാം. നമ്മുടെ മസാല കപ്പലണ്ടി റെഡിയായി, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയാണ്. ഇത് ഇപ്പോൾ നല്ല ചൂടോടെ തണുക്കാതെ ഒരു പാത്രത്തിലിട്ട് വെച്ചിരുന്നിട്ട് നമുക്ക് കുറേശ്ശെ എടുത്ത് കഴിക്കാം. ഈ കടകളിൽ നിന്നൊന്നും വാങ്ങണ്ട. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഞങ്ങളുടെ ചാനലിന് ഒരു സപ്പോർട്ട് തന്നെ.